കോൺഗ്രസിൽ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച 6 നേതാക്കൾ സണ്ണി ജോസഫ്, കെ മുരളീധരൻ, PC വിഷ്ണുനാഥ്, M ലിജു, ചാണ്ടി ഉമ്മൻ, AP അനിൽകുമാർ എന്നിവരാണ് ഉറപ്പിച്ച നേതാക്കൾ. ആന്റണി ജോസ് ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്നാലും പൂർണ്ണ മന്ത്രിസഭ സംബന്ധിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ അതിന് പിന്നാലെ മന്ത്രിസ്ഥാനം ഉറപ്പിച്ച 6 നേതാക്കളുടെ പേരുകളാണ് പുറത്തേക്ക് വരുന്നത്. എന്തെല്ലാം പദവികളിലേക്കാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെടുക? കൂടുതൽ വിവരങ്ങൾ. നിലവിൽ ഏകദേശം കോൺഗ്രസിനകത്തുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നുള്ള പുതിയ വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. പ്രത്യേകിച്ചും രാവിലെ മുതൽ ഒന്നിനും വഴങ്ങാതെ നിന്ന രമേശ് ചെന്നിത്തല, മുതിർന്ന നേതാക്കളായ KC വേണുഗോപാലും ഒപ്പം തന്നെ VD സതീശനും KPCC ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ ചെന്ന് കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ നടത്തി. ഒപ്പം ഘടകകക്ഷിയിൽപ്പെട്ട ഷിബു ബേബി ജോൺ ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി രമേശ് ചെന്നിത്തലയുടെ വീട്ടിൽ വെച്ച് തന്നെ ചർച്ചകൾ നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം ധാരണയിലേക്ക് രമേശ് ചെന്നിത്തലയും എത്തിയിരിക്കുന്നു വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട വകുപ്പുകളിലൊന്നായ ആഭ്യന്തരം നൽകും. നേരത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന മന്ത്രിയായിരുന്നു. അന്നും ഇത്തരത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ 2011 ഉണ്ടായിരുന്നു. 2011 ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അദ്ദേഹം പങ്കെടുക്കാതെ അല്ലെങ്കിൽ മാറി നിന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് NSS ഉൾപ്പെടെയുള്ള സാമുദായിക സംഘടനകളുടെ ഇടപെടലും അന്ന് വലിയ തരത്തിൽ ചർച്ചയാവുകയും ചെയ്തു. ഇതേ തുടർന്ന് വീണ്ടും രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുകയായിരുന്നു. അതുപോലെ തന്നെ ഇത്തവണയും രമേശ് ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകൾ പുറത്തേക്ക് വരുന്നു. നിലവിൽ 11 മന്ത്രിമാരും മുഖ്യമന്ത്രിയുമാണ് കോൺഗ്രസിന് ലഭിക്കുക. അതിൽ ഏകദേശ പട്ടിക പുറത്തേക്ക് വരുമ്പോഴേക്കും അതിൽ മുഖ്യമന്ത്രിയായി VD സതീശൻ കൂടാതെ തന്നെ AP അനിൽകുമാർ, സണ്ണി ജോസഫ്, K മുരളീധരൻ, ചാണ്ടി ഉമ്മൻ, അതുപോലെ തന്നെ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് പുറത്ത് വരുന്നത്. ഇത് 6 പേരുടെ പേരുകൾ മാത്രമാണ്. ഇതിലൊരു പ്രധാന പ്രശ്നമുള്ളത് മന്ത്രിമാരെ തീരുമാനിക്കുന്ന കാര്യത്തിൽ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. നേരത്തെ രമേശ് ചെന്നിത്തലയുടെ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടി ഉൾപ്പെടുത്തണം എന്ന ഒരു വലിയ നിർദ്ദേശം മുന്നോട്ട് രമേശ് ചെന്നിത്തല വെച്ചിരുന്നു. അതിലാണ് ചില പ്രശ്നങ്ങളുള്ളത്. അതുകൂടി പരിഹരിക്കപ്പെടുമ്പോഴേക്കും മുഴുവൻ ലിസ്റ്റും പുറത്തേക്ക് വരും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മന്ത്രിസഭയിലേക്ക് 2 പുതുമുഖങ്ങൾ കൂടി എത്തപ്പെടുന്നു എന്നുള്ളതാണ്. PC വിഷ്ണുനാഥും ഒപ്പം തന്നെ M ലിജുവും. ഇത് M ലിജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കായംകുളത്ത് വിജയിച്ച ആളാണ്. ഒരുപാട് പ്രാവശ്യം നിർണായകമായ പദവികളിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിൽ തന്നെയും അദ്ദേഹത്തിനെ ഒഴിവാക്കി നിർത്തിയിരുന്ന ഒരവസ്ഥ M ലിജുവിനുണ്ടായിരുന്നു. M ലിജു കൂടാതെ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ശ്രദ്ധേയമായ ഒരു മത്സരം കാഴ്ചവെച്ചു. അതിനെല്ലാം ഉപരിയായി ഉമ്മൻചാണ്ടിയുടെ മകൻ എന്നുള്ള ഒരു പ്രത്യേകത കൂടി ചാണ്ടി ഉമ്മന് ലഭിക്കുന്നു. അതുപോലെ തന്നെ PC വിഷ്ണുവിനെ സംബന്ധിച്ചോളം നിർണായകമായ മത്സരമായിരുന്നു കുണ്ടറയിൽ കഴിഞ്ഞ 2021 നടന്നത്. കേരളത്തിൽ എല്ലായിടത്തും ഒട്ടുമിക്ക സ്ഥലങ്ങളിലുമൊക്കെ കോൺഗ്രസിന് വലിയ തരത്തിലെ പരാജയമുണ്ടായപ്പോൾ ആ സമയത്ത് പിടിച്ചു നിന്നത് കുണ്ടറയിൽ PC വിഷ്ണുനാഥിലൂടെയാണ്. ഇത്തവണ PC വിഷ്ണുനാഥ് മിന്നും വിജയം നേടിയിരുന്നു. അങ്ങനെ ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്ന് 3 പേരുടെ പേര് കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. M ലിജു, PC വിഷ്ണുനാഥ് ഒപ്പം തന്നെ ചാണ്ടി ഉമ്മൻ. ഈ 3 പേര് കൂടാതെയാണ് KPCC അധ്യക്ഷൻ കൂടിയ സണ്ണി ജോസഫ്, K മുരളീധരൻ ഉൾപ്പെടെയുള്ളവർ കൂടി മന്ത്രിസഭയിലേക്ക് എത്തപ്പെടുന്നത്. K മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നേരത്തെ തന്നെ മന്ത്രിസഭയിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പായിരുന്നു. കാരണം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ്. പാർട്ടിയുമായി ബന്ധപ്പെട്ട വലിയ പ്രശ്നങ്ങളിലൊക്കെ തന്നെ, അതായത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായും തെരഞ്ഞെടുപ്പിന് മുമ്പുമുള്ള പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഒരു കുലുക്കവും തട്ടാതെ കോൺഗ്രസിനൊപ്പം ഉറച്ചു നിൽക്കുകയും മറ്റ് വിവാദങ്ങളിലൊന്നും പെടാതെയും ഒക്കെ മുന്നോട്ട് പോവുകയും നിർണായക ഘട്ടങ്ങളിൽ K മുരളീധരൻ എടുത്ത ചുവടുവെപ്പുകളും ഒക്കെ തന്നെ ശ്രദ്ധേയമായി. അതുകൊണ്ട് തന്നെ K മുരളീധരൻ നേരത്തെ തന്നെ മന്ത്രിസഭയിൽ എത്തും എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരുന്നു. അങ്ങനെ സണ്ണി ജോസഫ്, KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ് കൂടി എത്തുന്നു. അദ്ദേഹം പേരാവൂരിൽ നിന്നുള്ള MLA ആണ്. അദ്ദേഹവും ഇത്തവണ മന്ത്രിസഭയിലേക്ക് എത്തുന്നു. KPCC അധ്യക്ഷൻ നേരത്തെ തന്നെ തീരുമാനമായതാണ് മന്ത്രിസഭയിൽ എത്തും എന്നുള്ളത്. ഇനി ഇവരുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തണം. അതേസമയം ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളാണ് AP അനിൽകുമാർ. AP അനിൽകുമാറിനും ഇത്തവണ അനുകൂലമായിരിക്കുകയാണ്. അദ്ദേഹവും മന്ത്രിസഭയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പ്രമുഖരായ നേതാക്കന്മാരെല്ലാം തന്നെ, കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം തന്നെ ഇത്തവണത്തെ മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അതേസമയം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആളുകൾ, N ശക്തൻ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. ഇവരെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിനകത്ത് നിലനിന്നിരുന്ന മന്ത്രിമാരെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പരിഹാരത്തിലേക്ക് എത്തപ്പെടുന്നു, അല്ലെങ്കിൽ പ്രശ്നപരിഹാരം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം
വേണമെങ്കിൽ പറയാം. കാരണം ഇന്നലെ മുതൽ തന്നെ, അതായത് മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത് മുതൽ രമേശ് ചെന്നിത്തല വലിയ തരത്തിലുള്ള പിന്നോട്ട് പോക്ക് നയം തന്നെയാണ് സ്വീകരിച്ചിരുന്നത്. ഒരു പരിപാടികളിലും പങ്കെടുത്തിരുന്നില്ല, ചർച്ചകളിൽ നിന്ന് നിന്നിരുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെതായ ഒരു വിയോജിപ്പ് രേഖപ്പെടുത്തി നിന്നിരുന്നു. പക്ഷേ ഉച്ചയോടുകൂടി തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു വേണമെങ്കിൽ പറയാൻ കഴിയും. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കെ.സി. വേണുഗോപാലും ഒപ്പം തന്നെ വി.ഡി. സതീശനും ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിരുന്നു. ഇവരുമായി നടത്തിയ ചർച്ചകൾ ഫലം കണ്ടിരിക്കുന്നു. എന്തായാലും അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ സുപ്രധാനമായൊരു വകുപ്പ് നൽകി അനുനയിപ്പിക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ആഭ്യന്തരം തന്നെ അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന MLA-മാർക്ക് കൂടി അവർക്ക് കൂടി അവസരം നൽകണം. അതിന് ചില പേരുകൾ കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നു. ജ്യോതികുമാർ ചാമക്കാല, വിനോദ് ഉൾപ്പെടെയുള്ള 2 MLA-മാരുടെ പേരുകളാണ്, അൻവർ സാദത്ത്, ഇങ്ങനെ 3 MLA-മാരുടെ പേരുകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത്. ഇവരുടെ പേരുകൾ പരിഗണിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അതേസമയം KC പക്ഷവും മന്ത്രിസഭയിൽ പിടിമുറുക്കും എന്നുള്ളതൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് പേരെങ്കിലും, അതായത് കുറഞ്ഞത് 4 പേരെങ്കിലും മന്ത്രിസഭയിലേക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത്തരം കാര്യങ്ങളിലേക്കുള്ള ചർച്ചകൾ ഇതിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മന്ത്രിസഭ ചേരുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹാരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. UDF ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ തുടരുന്നു. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ കാര്യത്തിൽ അവർക്ക് 5 മന്ത്രിസ്ഥാനമാണോ 4 മന്ത്രിസ്ഥാനമാണോ എന്നുള്ള കാര്യത്തിൽ അവസാനമായൊരു തീരുമാനത്തിലേക്ക് എത്തണം. മന്ത്രിമാരുടെ പേരുകളുടെ കാര്യത്തിലും ഒരു ധാരണയിൽ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഒരു അംഗങ്ങൾ മാത്രമുള്ള കക്ഷികൾ, പ്രധാനമായും മണി സി കാപ്പൻ, അതുപോലെ തന്നെ അനൂപ് ജേക്കബ്, അത് KK രമ തുടങ്ങിയവരൊക്കെ തന്നെ മന്ത്രിസഭയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ CP ജോൺ, ഇങ്ങനെ 4 പേരുണ്ട്. ഈ CP ജോണിനെ സംബന്ധിച്ചോളം CMB വളരെ നാളുകൾക്ക് ശേഷമാണ് കേരളത്തിൽ UDF-ൽ നിന്ന് വിജയിച്ചെത്തുന്നത്. നേരത്തെ CMB-യിലെ MB രാഘവൻ വിജയിച്ചിരുന്നു. അദ്ദേഹത്തിന് അന്ന് തുറമുഖ വകുപ്പിൻ്റെയും സഹകരണ വകുപ്പിൻ്റെയും ചുമതല നൽകിയിരുന്നു. ഇത്തവണ CP ജോണിന് പൂർണ്ണ സമയവും മന്ത്രിയായി തുടരാനുള്ള അവസരം കിട്ടും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ വകുപ്പുകളായിരിക്കുമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വകുപ്പുകൾ നൽകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തപ്പെട്ടിട്ടില്ല. അതേസമയം അനൂപ് ജേക്കബ്, മണി സി കാപ്പൻ, ഇതിൽ അനൂപ് ജേക്കബ് നേരത്തെ തന്നെ UDF മന്ത്രിസഭയിൽ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. ഇത്തവണ അങ്ങനെ ഒരു വകുപ്പ് നൽകുമോ? അതല്ല, മണി സി കാപ്പനെ കൂടി മന്ത്രിസ്ഥാനത്തിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനും അനൂപ് ജേക്കബിനുമായി സമയം, ഒരു വകുപ്പ് തന്നെ വീതം വെച്ച് നൽകുമോ? അതായത് 2 പ്രാവശ്യമായി 2 പേർക്കും പകുതി സമയം വീതം നൽകിക്കൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കും. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഘടകകക്ഷികളുമായിട്ടൊക്കെ ചർച്ചകൾ അനിവാര്യമാണ്. ഇത്തരം ചർച്ചകളും ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ്. ശരി, വ്യക്തമാണ്. D. ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.